എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായി ഹലോ ഗായ്സ്, അപ്പോൾ നൈറ്റിലെ കുത്തിമറിച്ചിലും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റ് നേരെ ഹാളിലേക്കാണ് പോയത്. ഹാളിൽ സ്റ്റേജിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എന്തായി, അതുപോലെ ടേബിൾ അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് റീചെക്ക് എന്തെങ്കിലും കുറവുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി പോയതാണ്. ഒക്കെ ഇപ്പം നമ്മളൊപ്പം വർക്ക് ചെയ്തിരുന്നതാണ്, നമ്മൾ ഇവരൊപ്പം വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. കാറ്ററിംഗ് ആയാലും സ്റ്റേജ് ആയാലും നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ള പിള്ളേരാണ്, ഒക്കെ നമ്മൾ കൂട്ടുകാരാണ്. പറഞ്ഞു നിന്ന സമയങ്ങളൊന്നും കഴിഞ്ഞില്ല, പരിപാടികൾ ഏകദേശം സ്റ്റാർട്ട് ചെയ്തു. ആൾക്കാർ വന്ന് ജ്യൂസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പുറകെ തന്നെ ചെക്കനും നിൽക്കാൻ കഴിഞ്ഞ് ഹാളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ചെക്കനെ നമ്മൾ വരവേൽക്കാൻ വേണ്ടി അതും നമ്മളെ ഫ്രണ്ട്സ് തന്നെയാണ്, അവർ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ ആ പരിപാടി അവരും ക്ലിയർ ആയിട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒന്ന് രണ്ടും പറഞ്ഞ് നിൽക്കല്ല, ചെക്കനെ നമ്മളെ ഒരു വിധത്തിൽ നല്ല രീതിയിൽ കൊണ്ട് സ്റ്റേജിലിരുത്തി അളിയൻ തിരിച്ചു വന്ന് പെങ്ങളെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ അറേഞ്ച്മെൻറ്റ്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും വരിവരിയായിട്ട് നിന്നു. ക്യാമറ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് കിട്ടാവുന്ന ആംഗിളൊക്കെ കിട്ടുന്ന രീതിയിലൊക്കെ പിടിച്ച് എല്ലാവരെയും പിടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളും സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഇനി മാളുവിനെ ഞങ്ങൾ സ്റ്റേജിലെത്തിക്കണം. അതാണ് അടുത്ത ഞങ്ങളുടെ ടാസ്ക് അല്ല, നമ്മളെ എന്താ പറയുക, നമ്മുടെ അടുത്ത പണി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ അവളെ ആടിപ്പാടി എന്താ പറയുക കൈകൊട്ടി നമ്മൾ സ്റ്റേജിലേക്ക് കയറ്റിയിട്ടുണ്ട്. പിന്നെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഒപ്പം. പക്ഷെ അതൊന്നും കേൾപ്പിക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ അതിൻ്റേതായ എന്താ പറയുക ഒരു കുറവ് വരുത്തിയിട്ടില്ല. നല്ല രീതിയിൽ കൈ കൊട്ടി താത്തമാരെല്ലാവരും കൂടെ അടിപൊളിയായിട്ട് അവളെ സ്റ്റേജിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. അവളും ഹാപ്പി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി വീഡിയോ കണ്ടോ. ഓക്കെ, സ്റ്റേജിലപ്പോൾ അവരങ്ങനെ എത്തിച്ച് ഞങ്ങൾ രണ്ടുപേരെന്നല്ല ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിന്ന് മാറി. കാരണം ഓൾറെഡി ചെക്കൻ്റെ ഒപ്പം വന്നിരുന്ന അവർ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും കൂടെ സ്റ്റേജിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് അവിടെ നിന്ന് മാറിക്കൊടുത്തു. അപ്പോൾ അവർ ബാലയൊക്കെ ഇട്ടൊരു ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അത് എൻജോയ് ചെയ്ത് നിന്നു. ശേഷം അവയെ ഇറക്കി ഞങ്ങളും പതുക്കെ ഫോട്ടോ പരിപാടിയൊക്കെ ആയിട്ട് മുന്നേറാൻ വേണ്ടിയിട്ട് ഞങ്ങളും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ ഭയങ്കര എന്താ പറയുക ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യലും. അളിയനാണ് ഇന്ന് ചുള്ളനായിട്ടുണ്ട്, മാട് മോശമൊന്നുമല്ല കേട്ടോ, അളിയനും ചുള്ളനായിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ അവരും പോസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. പിള്ളേരുകളൊക്കെ റെഡിയായി നിൽക്കുന്നതാണ് എല്ലാവരും തന്നെ. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാം നമ്മൾ പാട്ടുള്ള കാരണം ഇതൊക്കെ നമ്മൾ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുക. കാരണം വേറെ നല്ല കോപ്പിറൈറ്റ് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. വേറെ ഒന്നുമല്ല കേട്ടോ, അതിലൊക്കെ പാട്ടുണ്ട്. നല്ല വൈബിൽ കാണേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് കോപ്പിറൈറ്റ് മൂലം ഇങ്ങനെ വോയിസ് ഇല്ലാതെ ചാടിക്കളിക്കുന്നത് മാത്രമായിട്ട് കണ്ട് അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ്. എല്ലാവരും എന്നോട് ക്ഷമിക്കുക. ഓക്കെ, കോപ്പിറൈറ്റിൻ്റെ വിഷയമായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ പരമാവധി കട്ട് ചെയ്ത് കയറ്റിയിട്ടും കോപ്പിറൈറ്റ് വീണ്ടും വന്നുകൊണ്ടിരിക്കും. അവസാനം വേറെ വഴിയില്ലാണ്ടായപ്പോൾ ഞാനതിൽ ഫുള്ളായിട്ട് സോങ് അങ്ങ് ഒഴിവാക്കി. അപ്പോൾ എല്ലാവരും ഈ ആക്ഷൻ സോങ് കണ്ട്. അപ്പോൾ കുഞ്ഞുമ്മയുടെ ഫാമിലിയാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത്. കുഞ്ഞുമ്മയുടെ ഉപ്പ ഉമ്മ ആങ്ങളുടെ വൈഫ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവരെ നിർത്തിയൊരു ഫോട്ടോ ഒക്കെ എടുത്ത് കുഞ്ഞുമ്മ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അങ്ങ് തുടങ്ങി വെച്ചു. അപ്പോൾ അതിന് നമ്മളെ പരിപാടിക്കാർ വീണ്ടും കയറി. കാണുന്ന ഭാഗങ്ങളൊക്കെ ഒരു ആക്ഷൻ സോങ് ആയി കണ്ട് എല്ലാവരും അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്, വേറെ വഴിയില്ല. ഓക്കെ, അതുകൊണ്ടാണ്. അങ്ങനെ ഒരുപാട് നേരത്തെ ഫോട്ടോ എടുക്കലും പരിപാടികൾക്ക് ശേഷം പിന്നെ അവർക്കും തിരക്കുണ്ടായിരുന്നു. അവരുടെ കുറച്ച് ഗസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ലോങ്ങിൽ നിന്ന് വന്നിട്ടുണ്ട്, ചെക്കൻ്റെ വീട്ടുകാരുടെ, അതായത് എൻ്റെ അളിയൻ്റെ വീട്ടുകാരുടെ. അപ്പോൾ അവരെ പോകുന്നതിന് മുമ്പ് റിസപ്ഷന് കാര്യങ്ങൾക്ക് എത്തേണ്ടത് കാരണം അവർക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളോടത്തെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളും കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ അവർ അത് കാരണം പിന്നെ അധികം ഡിലേ ആക്കിയില്ല. കാര്യങ്ങൾ കഴിഞ്ഞ് വേഗം നമ്മൾ അവരെ പറഞ്ഞു വെച്ചു. ആ നേരത്തെങ്കിലും ആളുടെ അടുത്ത് നിന്നൊരു കരച്ചിലും കാര്യങ്ങളും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അവൾ എന്നെ ഭയങ്കരമായി നിരാശപ്പെടുത്തി. അത് അവസാനം പറയും ചെയ്തു. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായി പിന്നെ കുറച്ച് വിഷ്വൽസ് കുറച്ച് എൻ്റെ ക്യാമറയിലൊന്നും കിട്ടിയതല്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, ഇതെൻ്റെ ക്യാമറയിലാണ്. അങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലും കൂടെ കുറച്ചും കൂടെ ഒന്ന് ആഡ് ചെയ്തിടുന്നുണ്ട്. കാരണം കുറച്ച് ഭാഗങ്ങൾ ഞാൻ പിന്നെ നോക്കിയപ്പോൾ കണ്ടതാണ്. അപ്പോൾ അത് ഓൾറെഡി മുമ്പുള്ള ഭാഗങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഇത് കണ്ടെങ്കിൽ പാൽ കൊടുക്കുന്ന സീനും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷെ വീഡിയോയിൽ ലെങ്ത്ത് കൂട്ടണ്ടെന്ന് വെച്ച് ഞാൻ തന്നെ മനഃപൂർവ്വം ചെറുതാക്കിയതാണ്. എങ്കിലും കുഞ്ഞുമ്മ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കുഞ്ഞുമ്മ ആപ്പി എല്ലാം അടിപൊളിയായിട്ട് സംഭവങ്ങളൊക്കെ തീർത്തിട്ടുണ്ട്, എല്ലാ ചടങ്ങും കാര്യങ്ങളൊക്കെ. അളിയനും നമ്മളെ മാടും ഇരുന്ന് കാരണം എന്ന് വെച്ചാൽ അത്രയും ചൂടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂട്. നമ്മളൊക്കെ ഡ്രസ്സിൻ്റെ പുറത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ആ ലെവലിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.